ഹലോ ഹായ് നമസ്കാരം. പെഡ്ഡി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. മലയാളവും തമിഴും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ തെലുങ്കിൽ തന്നെ കാണാനാണ് തീരുമാനിച്ചത്. എറണാകുളത്ത് PVR ലുലു മാളിൽ രാത്രി 10:50 ഷോ. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ്. UA 16+ ആണ് റേറ്റിംഗ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിവരമുള്ള പേരൻസിൻ്റെ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് ഭയങ്കര വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസിനേക്കാൾ വൃത്തികേടാണ് കൂടുതലായിട്ടുള്ളത്. ഇതിനൊരു സോഫ്റ്റ് പോൺ എന്നതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടിലെ കുറേ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു തെറ്റുമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്നങ്ങ് പറഞ്ഞു ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻവി കപൂർ കപൂറാണ്. കപൂർ എന്ന് പറഞ്ഞാൽ കട്ട കപൂറാണ്. അവരെ ഈ സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അവരുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സീക്വൻസുകൾ മുഴുവനായി ഡിലീറ്റ് ചെയ്ത് കളയണം. ഒരാവശ്യവുമില്ലാതെ വയറ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നായകനെ നായികയെ കാണുമ്പോൾ അവളുടെ ശരീരം മുഴുവൻ നോക്കി ഈ താടിയിൽ തറയിൽ വന്ന് എഴയുന്ന അത്രയും തുറന്നിങ്ങനെ അവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വൃത്തികേട് പറയുക, റേപ്പ് ജോക്കുകൾ പറയുക, അത് തന്നെ ചെയ്യുക, ഒരു ക്രൈം ചെയ്തിട്ട് അതിനെ ഇതൊക്കെയാണ് എൻ്റെ പ്രണയത്തിൻ്റെ ഉണ്ടംപരി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക, അങ്ങനത്തെ കുറേ വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സീക്വൻസുകൾ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ രാംചരൻ്റെ കുറേ ഷോ ഉണ്ട്, വെറും ഷോ എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ വെച്ച് ചിലമ്പാട്ടമാണ് കളിക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കുറേ ഷോസൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ ഇതൊക്കെ വെറുതെ. അത് കണ്ട് തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയ സമയത്ത് മുഴുവൻ തെലുങ്ക് ഓഡിയൻസാണ് ഉണ്ടായിരുന്നത്. അവർക്കൊന്നും മലയാളം അറിയില്ല. അവർ പോലും ജാൻവി കപൂറിൻ്റെ സീക്വൻസ് വരുമ്പോഴും ഇങ്ങേരുടെ ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള കത്തി കാണുമ്പോഴൊക്കെ അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്ത് കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ വർക്കാവുന്നുണ്ട്, കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. രാംചരൺ പുള്ളി നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് പുള്ളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. ഇയാൾ ഇത്രയും പണിയെടുത്തു, പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതായി പോയില്ലേ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ ഘടകങ്ങൾ, രാംചരൻ്റെ തുടക്കത്തിലുള്ള കുറേ സംഭവങ്ങൾ, അതുപോലെ ജാൻവി കപൂറിൻ്റെ കുറേ കപൂർ സീക്വൻസ്, കുറേ നല്ല മുഴുവൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു എലിവേഷനൊക്കെ റഹ്മാൻ പണിയെടുത്ത് നല്ല വിഷ്വലും ചെയ്ത് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുമാതിരി ചീഞ്ഞ സെൻറ്റിമെൻറ്റ്സിൽ കൊണ്ടുപോയിട്ടിട്ട് ആ സീൻ നശിപ്പിക്കും. പക്ഷേ ആ എലിവേഷൻ സീക്വൻസുകൾ നല്ലതാണ്. പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഉള്ളൊരു തോട്ട്, അത് ഭീകര പരിപാടിയായി പോയി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്കിതിനെ കട്ടക്കൂറപ്പടം എന്ന് പറയാൻ തോന്നുന്നില്ല. എന്നാൽ ഇതൊരു ഗംഭീര സിനിമ എന്നും പറയാൻ തോന്നുന്നില്ല. ഇതിനകത്ത് കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിഷ്ടപ്പെടാതെ പോയ ഒരു ദുരന്തം സൈഡ് ഈ സിനിമയ്ക്കുണ്ട്. അത് ഈ സിനിമയുടെ കഥ പറച്ചിലാണ്, ഫസ്റ്റ് ഹാഫിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പോയിലർ പാർട്ടും കൂടി ഈ വീഡിയോയിലുണ്ട്. ഇപ്പം ഞാൻ സ്പോയിലർ ഫ്രീ ആയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാനിരുന്ന് കണ്ടു. തെലുങ്ക് കണ്ടുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ മലയാളമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ഡയലോഗ് തെലുങ്കിൽ കേട്ടിട്ട് നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോഴും അയ്യേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില സീക്വൻസുകളുണ്ട്. അത് മലയാളത്തിൽ കേൾക്കുന്നതിൻ്റെ മാനസികാവസ്ഥ അതിഭീകരമായിരിക്കും. അതുകൊണ്ട് മലയാളത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ മോശം അഭിപ്രായം സിനിമയെക്കുറിച്ച് ഉണ്ടാവുക. ഞാൻ തെലുങ്കിൽ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കണ്ടതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെയോ സിനിമ വർക്കായി. ഇനി നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എണ്ണിപ്പെറുക്കി പറയുകയാണ്. ചിലപ്പോൾ സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടായേക്കാം. ഞാൻ ഈ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൂടുതലും പറയാനുള്ളത്. അപ്പം ചിലപ്പോൾ സ്പോയിലർ എലമെൻറ്റ് ഉണ്ടായേക്കാം. സോ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടം വെച്ച് വീഡിയോ അവസാനിപ്പിക്കുക. സിനിമ എനിക്കൊരു മിക്സഡ് ഒപ്പീനിയനാണ്. ചില സീക്വൻസുകൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കൊണ്ടുവന്ന് നശിപ്പിച്ചു എന്ന് പറയുന്നൊരു അഭിപ്രായമാണ്. ചില നല്ല പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു, ചില ഡയലോഗുകൾ ഗംഭീരമായിരുന്നു. ഇതിനകത്ത് ഒരാൾ, അതായത് അവർക്ക് വളരെ ഈസിയായി പോയി എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് കഷ്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുത്തി കൊണ്ടുവന്നത്? നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്നെ കൊണ്ടുവരായിരുന്നില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നാൽ ഈ ഈസിയായി വരാൻ പറ്റുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്ന റിപ്ലൈ. ഇത് കുറേ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊരു ഗംഭീര സീക്വൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത് ഈ പ്രിവിലേജസിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെഡ്ഡി പറയുന്ന, അതായത് രാംചരൺ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ കളിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുക, പക്ഷേ ഞാൻ പോരാടുകയാണ്, ഞാൻ കളിക്കുകയല്ല. ഇന്ത്യയിൽ ഒരു സ്പോർട്സ് താരം വളർന്നു വരിക, പ്രത്യേകിച്ച് വളരെ റൂറലായിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ പടപൊരുതി വരുന്ന ആളുകളാണ്. അവർ കളിക്കുകയല്ല, അവർ പോരാടുകയാണ്. അങ്ങനെയുള്ള കുറേ മെസ്സേജസ് ഉണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഒരുമാതിരി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അലമ്പിച്ച് കളഞ്ഞു. എന്ന് വെച്ചാൽ ഒരു പാൽപ്പായസമാക്കാൻ പോകുന്ന പരിപാടി. അതിനകത്ത് AR റഹ്മാൻ കുറച്ച് ഏലക്ക ഇട്ടു, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ടു. കറക്റ്റ് പാകത്തിന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ എലിവിഷം കൊണ്ട് കലക്കണ പോലെ ജാൻവി കപൂറും പിന്നെ കുറേ അളിഞ്ഞ സെൻറ്റിമെൻറ്റ്സും ഡയലോഗുകളൊക്കെ എടുത്തിട്ടു.
അങ്ങനെയാണ് സംഭവം കയ്യിൽ നിന്ന് പോയത്. സോ അത്രയും അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പോയിലർ പരിപാടിയിലേക്ക് പോകാം. സിനിമ തുടങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ കൂടുതലും തെലുങ്ക് ഓഡിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അവരൊന്നും മലയാളം പറയുന്നില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെലുങ്ക് ഭാഷയൊക്കെയാണ് സംസാരിച്ചത്. കുറച്ച് ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു കൾച്ചറൽ സാധനമാണ് തെലുങ്കും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്തിട്ട് അവർ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റാറായിട്ടുള്ള ഒരു സോളാർ പരസ്യം വരുന്നുണ്ട്. മലയാളത്തിലാണ് പരസ്യം. ആ സമയത്ത് അവർ റാ പോടാ മാട്ടറാ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും നേരം കാശ് കൊടുത്ത് തെലുങ്ക് കാണാൻ വന്നിട്ട് ഇവിടെ വീണ്ടും വന്ന് മലയാളം പരസ്യം കാണുന്നത് ബോറടിക്കുന്നുണ്ടാവും. അവർ തെലുങ്ക് ഇടറാ മലയാളം മാറ്ററാ എന്നുള്ള അർത്ഥത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എനിക്കതിലൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സ്വാമി, ആരാണെന്നൊന്നും എനിക്കറിയില്ല, പുള്ളി കയ്യിൽ കുടവും വെള്ളവും പരിപാടിയൊക്കെ ആയിട്ട് ചെയ്ത് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വാമി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മറ്റേ ഭക്തിസാന്ദ്രമായ സാധനങ്ങൾ പോവുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ജാൻവി കപൂർ ഇൻട്രോ സീക്വൻസിൽ വന്നിട്ട് ധാവണിയുടെ മറ്റേ മേളത്തെ ഷോള് പറിച്ചൊരു അറ്റേറ. പിന്നെ ഈ സാധനം ഈ കുട്ടിക്ക് ഭയങ്കര ശല്യമായതുപോലെയാണ്. ഒരു സീക്വൻസിൽ പോലും ഒരു നൂലിങ്ങനെ ഇട്ടേക്കാം. അത് പുള്ളിക്കാരി ഇടക്കിടക്ക് വലിച്ച് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു സാധനമാണ്. ജാൻവി കപൂറിന് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, അവർക്കത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഇവർ പോർട്രേ ചെയ്യുന്നത് മുഴുവൻ, ഈവൻ നായക കഥാപാത്രം വരെ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലടാ, എൻ്റെ മനസ്സിൽ മുഴുവൻ അവളുടെ വയറും നെഞ്ചൊക്കെയാണെന്ന്. അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂം ചെയ്ത് ജാൻവി കപൂറിൻ്റെ ഫേസിന് കൊടുത്തിരിക്കുന്ന സ്ക്രീൻ പ്രസൻസിൻ്റെ ഒരു 120 ഇരട്ടിയെങ്കിലും അവരുടെ വയറിന് സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് ഈ സ്കിറ്റിലൊക്കെ നമ്മുടെ കോമഡി ചെയ്യുന്ന ആൾക്കാർ സ്ത്രീവേഷം കെട്ടി വരും. അന്നേരം അവർ ഇവിടുന്ന് ഇങ്ങനെ 2 ചിരട്ടയൊക്കെ വെച്ചിട്ട് വലിച്ച് ടൈറ്റാക്കി വെച്ചിട്ട് നല്ലോണം വലുതാക്കി ഇത്രയും വലിയ വയർ സ്പേസ് കാണിക്കും. ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇവന്മാർ എന്തിനും ഇങ്ങനെ വൃത്തികേടായിട്ട് പോർട്രേ ചെയ്യണമെന്ന്. പക്ഷേ ജാൻവി കപൂർ ഈ സിനിമയിൽ ഉടനീളം പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മാതിരി സ്കിറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രത്തിനെ സംവിധായകൻ അങ്ങ് ഉൾക്കൊണ്ടു. എന്നിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഇവരെ എന്ന് കാണിക്കുക. അങ്ങനെ വയറിൽ നിറഞ്ഞു നിൽക്കുന്ന ജാൻവി കപൂർ എന്നെ സംബന്ധിച്ച് സിനിമയിൽ ഉടനീളം അരോചകമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാൻവി കപൂർ ആയിരുന്നു. അഭിനയത്തിൻ്റെ കാര്യം ഈ സിനിമയിൽ പിന്നെ പറയണ്ടല്ലോ. മലയാളം പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ശല്യം മാറ്റി നിർത്തിയാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ജാൻവി കപൂറിൻ്റെ എല്ലാ ശല്യ കഥാപാത്രങ്ങളുടെയും ആ ഒരു എലമെൻറ്റ് ഈ സിനിമയിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഗുരുവിൻ്റെ കൊടി, മന്ത്രം, അത് കഴിഞ്ഞ് ഹനുമാൻ്റെ കൊടി കുത്തുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ജാൻവി കപൂറിൻ്റെ ഈ ഷോ യുവന്മാർ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കാണിക്കുന്നതും ഉണ്ടല്ല, അതിനെ അവതരിപ്പിക്കുന്ന രീതിയാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടു, അവന് ആവേശം തോന്നുന്നു, എനിക്ക് അവളെ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഭയങ്കര വൾഗറായിട്ട് ഈ കഥാപാത്രത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് നായക കഥാപാത്രം പറയുന്നുണ്ട്, ഞാൻ 10-30 വർഷമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ പെണ്ണ് കെട്ടാനുള്ള ത്വരയും ആക്രാന്തവും മുഴുവൻ ജാൻവി കപൂറിനെ വെച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നറിയാം, അപ്പോൾ എനിക്കൊന്ന് തൊടുകയെങ്കിലും വേണമെന്ന്. രാം ചരണാണ് ഈ പറയുന്നത്. രാം ചരൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറേ പേര് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുമെങ്കിലും അയാളൊരു വലിയ സ്റ്റാറാണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫിലിം ഫാമിലിയിൽ നിന്ന് വരുന്നു. അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അവരത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ സോറി ഫോർ യു രാം ചരൺ. ഭയങ്കര ബോറായിപ്പോയി. പുള്ളീനെയൊക്കെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാറുണ്ട് മഹാവൃത്തിയോടാണ് താൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ താൻ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ശരീരം കൊണ്ട് അങ്ങേര് കാണിക്കാത്ത പരിപാടിയില്ല. ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അജാതി ഡാൻസ്. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അയാളുടെ ഒരു സ്റ്റെപ്പ് അതേ എനർജി ലെവലിൽ ഞാൻ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ അയാൾ പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ സീക്വൻസുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അയാൾ എടുത്തേക്കുന്ന എഫേർട്ട് അമ്മാതിരിയാണ്. ഇതെല്ലാം നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇയാളുടെ ഈ പ്രായമായിട്ട് പെണ്ണ് കെട്ടാത്തതിൻ്റെ ഈ കാണിക്കുന്ന ഷോ ഓഫും അതുപോലെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കൊന്ന് പിടിച്ചാൽ മതി എന്ന് പറയുന്നത് പോലത്തെ അവതരണവും പിടിച്ചു കഴിഞ്ഞിട്ട് നീ എന്തിനാടാ എന്നെ, അതായത് ഇയാൾ ഇരുട്ടത്ത് പോയി ആ പെണ്ണിനെ കയറി പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് ആ പെണ്ണത് അറിയുമ്പോൾ ചോദിക്കുന്നുണ്ട് താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, തനിക്കറിയില്ല അത് തെറ്റാണെന്ന്. ചില ആളുകളൊക്കെ പ്രണയം പ്രകടിപ്പിക്കുന്നത് ലവ് ലെറ്റർ എഴുതിയാണ്. വേറെ ചിലർ ബൊക്കെ കൊടുത്ത് പ്രണയിക്കും. എനിക്ക് ഇങ്ങനെയല്ലേ പ്രണയിക്കാൻ അറിയൂ, ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു എന്നോ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറേ ഡയലോഗ് അടിക്കുന്ന സമയത്ത് നായികയ്ക്ക് ഇവനോട് പ്രേമം വരികയാണ്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പാട്ട് സീനിൽ ശ്രുതിഹാസൻ വരുമ്പോൾ പിന്നെ ശ്രുതിഹാസൻ്റെ പുറത്താണ് കൈ. അത് കണ്ട് അസൂയ പൂണ്ട് എന്നാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഷോള് വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ജാൻവി കപൂർ വീണ്ടും ചാടി ഇറങ്ങുകയാണ്. സത്യം പറയട്ടെ, തിയേറ്ററിലിരുന്ന തെലുങ്ക് ഓഡിയൻസ് അടക്കം ജാൻവി കപൂർ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികേടായി അല്ലെങ്കിൽ ഈ സിനിമ അലമ്പാവുന്നു എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. അവർക്ക് പോലും വേണ്ട. ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ ഇത് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള തിയേറ്റർ നിറച്ചുണ്ടായിരുന്ന ആളുകൾക്ക് ആർക്കും ജാൻവി കപൂറിൻ്റെ സീക്വൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവരിതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റേ പുഷ്പയിൽ ശ്രീവല്ലി വന്ന് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്, ആണുങ്ങൾ മുഴുവൻ ഇങ്ങനെ ആക്രാന്തം കാണിച്ചു നടക്കുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്തിനാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? നമ്മൾ പലപ്പോഴും പറയും മലയാളികൾക്ക് തെലുങ്ക് പടം കാണുമ്പോൾ അല്ലെങ്കിലേ പുച്ഛം ഉണ്ടാകുന്നത്.
തെലുങ്ക് ഓഡിയൻസിന് പോലും അത് പറ്റണില്ല. അവർ തന്നെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ ഈ സ്വന്തം നാട്ടിലുള്ള ആളുകളെ, സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളുകളെ ഇങ്ങനെ വില കുറച്ച് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെലുങ്ക് സിനിമ പ്രവർത്തകർ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മാതിരി വൃത്തികേടാണ് അവർ ഈ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോഴേ നമ്മളൊരു മീറ്റിംഗ് ആണ് കാണുന്നത്. ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ടായിട്ടും നമുക്ക് 2 മെഡൽ മാത്രമേ ഒളിമ്പിക്സിൽ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിക്കുന്ന ഒരു മെയിൻ ഒരാളുണ്ട്. വലിയ കാര്യമാണ്, നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ, നമ്മൾ ഫുൾ സൗകര്യമല്ലേ കൊടുക്കുന്നത് എന്ന് പറയുന്ന മറ്റൊരാളും കൂടിയുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്ക് ഇത്രയും ആൾക്കാരുണ്ടായിട്ടും മെഡൽ കുറച്ചല്ലേ കിട്ടുന്നു എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് വരുന്ന സമയത്ത് സാരേ ജഹാംസെ അച്ചയുടെ മ്യൂസിക് എടുത്തിട്ട് അത് ഓൾട്ടർ ചെയ്തിട്ട് ഒരു രസമുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് തന്നെയായിരിക്കും അവസാനം വരെ എന്ന് പറയുന്നൊരു ഫീലായിരുന്നു. പക്ഷേ പെഡ്ഡിന്ന് എഴുതി കാണിക്കുന്ന സമയം മുതൽ AR റഹ്മാൻ വന്നൊരു ലാൻഡിങ് ആണെന്ന്, പിന്നെ പടം വേറെ റേഞ്ചിലേക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളി വർക്കാണ് ചെയ്തിട്ടുള്ളത്. വിഷ്വൽസും അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ തുടക്കത്തിലെ മ്യൂസിക് വൻ കോമഡി ആയിരുന്നു. എന്തായാലും ഇന്ത്യയിലെ കായിക താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി, ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര നടത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർക്കും പെദ്ദി മതി. എൻ്റെ മെയിൻ ആൾ, എൻ്റെ ആരാധനാപാത്രം എന്ന് പറയുന്നത് പെദ്ദിയാണ്. അപ്പോൾ ആരാണ് പെദ്ദി എന്നറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തുന്ന യാത്രയിലാണ് നമ്മൾ ഈ പറയുന്ന കഥാപാത്രം, അയാളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നത്. അങ്ങനെ പെദ്ദിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ നമ്മൾ ഈ ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ടിട്ടുള്ളതുപോലെ രാം ചരൺ ക്രിക്കറ്റ് കളിക്കാൻ വരികയാണ്. പുള്ളി ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് അത് ആദ്യം മുതുകത്ത് വെച്ച് പിടിക്കും, അത് കഴിഞ്ഞ് തോളത്ത് വെച്ച് പിടിക്കും, പിന്നെ അതിൻ്റെ അറ്റത്തൊരു മണിയൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. 6 പോകുമ്പോൾ ഇതിങ്ങനെ കിണികിണിക്കണമെന്ന് കുലുങ്ങുന്നതുകൊണ്ടാണോ എന്താണ് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷേ ബോൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ സിനിമയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് ജോലി ചെയ്യുന്നത് ക്രിക്കറ്റ് ബോളാണ്. കാരണം ആര് ഏത് സ്പീഡിൽ എങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലും ബോൾ കഷ്ടപ്പെട്ട് വന്ന് ബാറ്റിൽ അടി കൊണ്ട് 6ലേക്ക് പാഞ്ഞു പോകും. കാരണം രാം ചരൺ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്റ് ആദ്യം തറയിൽ കുത്തി 2 കറക്കം കറങ്ങി തിരിഞ്ഞും ചുറ്റിയൊക്കെ വന്ന്, മറ്റേ രജനീകാന്ത് ഒരു ബുള്ളറ്റ് അല്ലേ വരുന്നത്, മാറിക്കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഈ വെടിയുണ്ട വരുമ്പോൾ മാറിക്കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് ആക്ഷൻ കാണിച്ചിട്ട് സത്യത്തിൽ പുള്ളിക്ക് അത് ക്രിക്കറ്റ് ബാറ്റാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നും. അതായത് ചിലമ്പാട്ടത്തിന് ഡാൻസ് കളിക്കുന്ന പോലെ പുള്ളി വടിയൊക്കെ എടുത്ത് വീശി എങ്ങനെയോ അടിക്കും. പക്ഷെ ബോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബാറ്റിൽ അടിയും കൊണ്ട് 6ലേക്ക് പായും. അതാണ് ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് മുഴുവൻ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ തമാശയ്ക്ക് ഈ കൂലിപ്പണി രാജൻ എന്ന് പറയുന്നൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്ത് പണിക്കും കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ, പെയിന്റ് പണിക്ക് വിളിക്കൂ, മരപ്പണിക്ക് വിളിക്കൂ, തേപ്പിന് വാർപ്പിനും എല്ലാത്തിനും കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ എന്ന് പറയുന്നതിന് കറക്റ്റ് പരസ്യം വെച്ച പോലെ ഇയാൾ എല്ലാ സ്പോർട്സിലും ഉണ്ട്. പുള്ളി ഏത് സ്പോർട്സിൽ വന്നു കഴിഞ്ഞാലും അതിൽ നമ്പർ 1 എന്ന് പറയുന്ന പോലെയാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ക്രിക്കറ്റാണ്. എനിക്ക് ആ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇത് പ്ലേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ IPL ടീമിൻ്റെയും ഡ്രസ്സിംഗ് റൂമിൽ ഇത് വെച്ച് കൊടുക്കണം. കാരണം അവർ കളിയൊക്കെ തോറ്റു വന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ചാർജ് ആവും. കാരണം ഇങ്ങനൊരു രാജ്യത്തു നിന്നാണല്ലോ നമ്മൾ ഇത്രയും നന്നായി കളിച്ച് വന്നിട്ടുള്ളതെന്ന് പറയുന്ന ഒരു ആത്മാഭിമാനം അവർക്ക് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പെദ്ദിക്കൊരു പ്രശ്നമുണ്ട്. ഒടുക്കത്തെ വലിയ എന്നൊക്കെ പറഞ്ഞാൽ അറഞ്ചം പുറഞ്ചം വലി. ഇവൻ ഇങ്ങനെ 6 അടിക്കുകയാണെങ്കിൽ ഒരു 6 മാസം കൂടി 6 അടിച്ച് കഴിഞ്ഞ് ഇവൻ പെട്ടിയിലാവും എന്ന് പറയുന്ന പോലെ ഒരു ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് രാം ചരണിനെ കണ്ട, നേരത്തെ പറഞ്ഞ പോലെ രാം ചരണിനെ നേരിട്ട് കണ്ടാൽ പറയണമെന്നുണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇമ്മാതിരി വലിക്കരുത്. അജാതി വലിയിടൂ, ഇത് എന്ത് പുകയ്ക്കണത്. അതും പുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഡിക്കുറ്റിയാണ് പുള്ളിയുടെ വായിലിരിക്കുന്നത്. ഒരു 10 ബീഡി ഒരുമിച്ച് കയറ്റി വലിച്ചു വിട്ട പോലെയാണ് പുള്ളിയുടെ വായിൽ നിന്ന് പുക വരുന്നത്. ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇയാൾ ഭയങ്കര സ്റ്റാമിനയുള്ള സ്പോർട്സ് താരം, ഗുസ്തിക്കാരൊരു 10 പേര് വന്നാൽ ഇടിച്ച് നിൽക്കുന്നു. അങ്ങനെയൊന്നും പറ്റൂലടോ. അയാളുടെ ശ്വാസകോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലായിരിക്കും എന്നാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിക്കറ്റ് കളിയിലെ ഷോ ഓഫൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് തുണിയും കുറച്ച് കൂടി നമ്മുടെ ജാൻവി കപൂർ വരുന്നത്. കുറച്ചും കൂടി മാന്യമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സിനിമയിലെ പെർഫോമൻസും അവർ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വേറൊന്നും പറയാൻ തോന്നില്ല. അങ്ങനെ ജാൻവി കപൂറിൻ്റെ വയറും നെഞ്ചും ജേണി ആരംഭിച്ചു കഴിയുമ്പോൾ ഇവരുടെ കഥാപാത്രത്തിൻ്റെ പേര് ആച്ചിയമ്മ എന്നാണ്. ആച്ചിയമ്മയെ കാണുമ്പോൾ രാം ചരണിൻ്റെ, അതായത് പെഡ്ഡിക്ക് പറ്റൂല, ഇവന് ആച്ചിയമ്മേനെ ഒന്ന് പിടിച്ചേ പറ്റൂ. അങ്ങനെ പിടിക്കാൻ വേണ്ടി അവനൊരു അവസരം കണ്ടെത്തും. നേരെ ആച്ചിയമ്മയുടെ വീട്ടിൽ ഇലക്ഷന് അനുബന്ധിച്ചിട്ടുള്ളൊരു പരിപാടി നടക്കുകയാണ്. ആ സമയത്ത് മുറിക്കകത്ത് കയറി ചെന്ന് ആച്ചിയമ്മയെ കെട്ടിപ്പിടിച്ചൊരൊറ്റ ഉമ്മ വെച്ച് കൊടുക്കും. ആ ഉമ്മ വെച്ചിട്ട് അവൻ അവിടുന്ന് മുങ്ങുകയും ചെയ്യും. അപ്പോൾ അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഈ അപ്സെറ്റ് ആവുന്ന നായികയെ കാണിച്ചിട്ട് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് എന്താ പറയുക, ഞാൻ എൻ്റെ പ്രണയം എൻ്റെ പ്രണയിനിയോട് പറഞ്ഞല്ലോ എന്ന് പറയുന്ന രീതിയിൽ നിഷ്കളങ്കമായിട്ട് ക്രിക്കറ്റ് ബാറ്റും വെച്ച് ഇവൻ ഡാൻസും കളിച്ച് നടക്കുകയാണ്. ഈ സിനിമയിലെ ഒരു പെർട്ടിക്കുലർ സീനിൽ നമ്മുടെ ആച്ചിയമ്മ, അതായത് ജാൻവി കപൂർ മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കുമ്പോൾ അവിടെ അത് ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ഇതൊരു റേപ്പ് അറ്റംപ്റ്റ് പോലൊരു കാര്യമാണ്. അതിനെയാണ് ഇവർ ഈ
കോമഡി ആക്കി കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഇലക്ഷൻ്റെ പരിപാടി വരുന്ന സമയത്താണ് നമ്മുടെ ആച്ചി അമ്മയെ അപമാനിക്കാൻ വേണ്ടി വില്ലന്മാർ പ്ലാൻ ഇടുകയാണ് ഗൈസ്. അവരെന്താ ചെയ്യണമെന്ന് അറിയോ? സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വില്ലന്മാർ നേരെ കയറി ചെന്ന് അവളുടെ പാവാട അഴിച്ചു കളയും. ഇരുട്ടത്ത് അവളുടെ മുറിക്കകത്ത് കയറി ചെന്ന് അവളെ കടന്നു പിടിച്ച് ഉമ്മ വെച്ചിട്ട് പാട്ടുപാടി ഡാൻസ് കളിക്കാൻ പോയ നായകനില്ലേ, അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണല്ലോ. അവൻ അപ്പം തന്നെ ആ സ്റ്റേജിൻ്റെ കുറ്റി അഴിച്ചു വിട്ടിട്ട് പന്തലിന് കെട്ടിയ ഷാമിയാനെ വെച്ച് ആച്ചിയമ്മയുടെ മാനം രക്ഷിക്കും. അതിനുശേഷം ആച്ചിയമ്മയുടെ നഗ്നചിത്രം ഷൂട്ട് ചെയ്തൊരു ഫോട്ടോഗ്രാഫറുണ്ട്, അവനെയും വില്ലന്മാരെയും കൂടിയിട്ട് നമ്മുടെ പെദ്ദി വാരി കെട്ടിയിടിക്കും. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യത്തിൽ ആ ഇടി വില്ലന്മാരും നായകനും തമ്മിലല്ല, ഫിസിക്സും ഈ സിനിമയും തമ്മിലാണ്. ഫിസിക്സ് മരിച്ചു, ഫസ്റ്റ് ഇടിയിൽ തന്നെ ഫിസിക്സ് മരിച്ചു. അത് കഴിഞ്ഞാൽ ജോണർ ഷിഫ്റ്റ് വരുന്ന പോലെ നമുക്ക് തോന്നും. കാരണം അത്രയും നേരം ഭൂമി കൂടി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ നായകൻ പിന്നെ പറന്നുയരാനൊക്കെ തുടങ്ങും, ഉയരുന്നു, ചാടുന്നു. പുള്ളിയുടെ ഇടിയിൽ വരുന്ന സൗണ്ടും കാര്യങ്ങളും കാണുമ്പോൾ പെട്ടെന്ന് ഇയാളൊരു ഗോസ്റ്റായിട്ട് മാറിയതുപോലെ. അതായത് അതുവരെ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഒരു അടൽസുള്ളി സിനിമയൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സിനിമ പെട്ടെന്നൊരു ഹൊറർ മൂവി ആയിട്ട് മാറും. അങ്ങനെ ഇവൻ ക്രിക്കറ്റ് കളിച്ച് പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ ശിവണ്ണ വരികയാണ്. ശിവണ്ണ ആരാണ്? ആ നാട്ടിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗുസ്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പുള്ളിയുടെ വീട്ടിലാണെങ്കിൽ ഒരു 10-20 ഗുസ്തിക്കാർ, മറ്റേ ആനയെ വളർത്തുന്ന തറവാടെന്ന് പറയുന്ന പോലെ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പണിയെടുക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, ഇവരുടെ കയ്യിൽ നിന്ന് ഇയാൾ ഫീസ് വാങ്ങിക്കാറില്ല, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ മണ്ണൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നത് മറ്റേ നെയ്യൊക്കെ ഇട്ടിട്ടാണ്, അതായത് നെയ്യിട്ടിട്ടാണ് ആ ഗുസ്തിയുടെ ആ സംഭവം അവർ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചിലവുണ്ട്. ഇയാളിത് എന്ത് ഭാവിച്ചിട്ടാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. എന്തായാലും ഗുസ്തിയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന നമ്മുടെ ശിവണ്ണ ഇവൻ്റെ ക്രിക്കറ്റ് കളിയാണ്, ഇവൻ്റെ ക്രിക്കറ്റ് കളി കൊള്ളാം, അതുകൊണ്ട് ഇവനെ ഗുസ്തി ചേർക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവനെ ഗുസ്തിയിലേക്ക് ക്ഷണിക്കും. ആദ്യം അവൻ വരില്ല. കുറച്ച് നാൾ തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല, ഐഡൻറ്റിറ്റിക്ക് എന്ത് വേണം? സ്പോർട്സ് ആണ് മാർഗം. എന്നാൽ ക്രിക്കറ്റ് വഴി എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവന്മാർ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ, നേരെ ശിവണ്ണയുടെ വീട്ടിൽ ചെല്ലും. ശിവണ്ണൻ്റെ അടുത്ത് ഗുസ്തി പഠിപ്പിക്കാൻ പറയും. ശിവണ്ണ അപ്പം മുതൽ കരാട്ടെ കിഡ് സിനിമ സ്റ്റാർട്ട് ചെയ്യും. ഇദ്ദേഹത്തിനെ കൊണ്ട് വെള്ളം കോരിക്കും, ചാക്ക് കെട്ട് ചോമ്പിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. ഈ പുള്ളി ആദ്യം ഇതൊക്കെ ചെയ്യും. പക്ഷെ ചെയ്തിട്ടും പുള്ളിയെ ഗുസ്തി പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഭയങ്കര ദേഷ്യം. അപ്പോൾ ശിവണ്ണ തന്നെ, സാധാരണ നമ്മൾ കരാട്ടെ കിഡ് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മൊമെന്റിലാണല്ലോ പറയാം. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. ഞാൻ പിണങ്ങി പോവാണെന്ന് പറയുമ്പോൾ, എടാ നീ ഇവിടെ ചാക്ക് ചുമക്കുകയായിരുന്നില്ല, നീ ഇവിടെ മലർത്തിയടിക്കുകയായിരുന്നു, നിന്നെക്കൊണ്ട് ഞാൻ വെള്ളം കോരിച്ചപ്പോൾ നീ വെള്ളം കോരുകയായിരുന്നില്ല, നീ ഒരാളെ എടുത്തെറിയുകയായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ ജാക്കി ചാൻ മറ്റേ കുങ് ഫു ഇസ് എവറിത്തിങ് യു ഡു എന്ന് പറയുന്ന പോലെ ഗുസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ഉണ്ട് മോനെ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് ധരിപ്പിക്കും. അന്ന് മുതൽ രാംചരൺ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരനായിട്ട് മാറി. ഒടുക്കത്തെ മോട്ടിവേഷൻ, ഒരു 20 വർഷം 15 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഗുസ്തിക്കാരെക്കാളൊക്കെ വലിയ ഗുസ്തിക്കാരനായിട്ട് ഏതാണ്ട് ഒരു 2-3 മാസം കൊണ്ട് നമ്മുടെ രാംചരൺ മാറും. ഇതിനിടയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഇമോഷണലായിട്ട് ഗംഭീരമായിട്ട് ചില സീനുകൾ ഇവർ ബിൽഡ് ചെയ്ത് വരും. ഒരാളുടെ മരണം, റെയിൽവേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കിട്ടിയ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്ത് അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത് അതിൻ്റെ ഓഡിയോ വിഷ്വൽ കാര്യങ്ങളൊക്കെ രസമായിട്ട് വരുമ്പോൾ രാംചരൻ്റെ ഒരു ഡെഡ് ബോഡി ഫൈറ്റ് ഉണ്ട്. അത്രയും നേരം നമ്മൾ ഇമോഷണലായി സിനിമയിലേക്ക് ഇന്നായി. അതായത് ജാൻവി കപൂർ എവിടെയെങ്കിലും പോയി തൊലയട്ടെ, സിനിമ വേറൊരു ട്രാക്കിലേക്ക് വന്നു, ആഹാ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളി ശവം എടുത്തൊരു അടി തുടങ്ങും, നമുക്ക് ചിരി വരും. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇയാൾ ഗുസ്തി പഠിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ഭാവേന അമ്മ വരും. പക്ഷേ അമ്മയും കളഞ്ഞിട്ട് പോകും, നാട്ടുകാരും കളഞ്ഞിട്ട് പോകും. പക്ഷേ ഇയാൾ സ്പോർട്സിന് വേണ്ടി നിലകൊള്ളും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അടിപൊളിയാവുമെന്ന്. അപ്പോൾ ഉണ്ടൊരു സാധനം വയറും കൊണ്ട് വരികയാണ് ജാൻവി കപൂർ. പിന്നെയും വന്ന് ഒരു ആവശ്യമില്ലാത്ത കുറേ ഡയലോഗൊക്കെ അടിച്ച് പിന്നെ അതങ്ങോട്ട് പോകും, വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ അങ്ങ് പൊക്കോളും. ഈ സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന ശ്രുതി പറഞ്ഞത് ഒരു കാമവെറിയൻ്റെ ന്യായീകരണം എന്നാണ്. അതിൽ കുറഞ്ഞൊന്നും അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സിനിമ പല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സ്പോയിലറാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പോയി വീണ്ടും ഗംഭീരമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ വരും. അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും സാധനമാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് നമ്മൾ എത്തിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ മൊത്തം സംഭവത്തിൻ്റെ ആ ഭംഗി അങ്ങ് നശിപ്പിച്ച് കളയുന്നത് പോലെ ഉണ്ടായിരുന്നു. എന്തായാലും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നായകൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാളും നമ്മുടെ നായികയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി സാരി ഉടുക്കാൻ പഠിച്ചു. സാരി ഉടുത്തു, ഒരു താലിമാലയൊക്കെ ഇട്ട്, ഒരു നെറ്റിയിൽ സിന്ദൂരമൊക്കെ തൊട്ടിട്ട് ഭാര്യയായിട്ട് സ്വയം പ്രഖ്യാപിച്ച് ജീവിക്കുകയാണ്. അതാണ് ഈ സിനിമയിൽ അവർ ചെയ്ത ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നായകൻ്റെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെയുള്ള ചില സംഭവങ്ങളിലേക്ക് സിനിമ ലാൻഡ് ചെയ്യുമ്പോഴും അതിനൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നു, ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നായിക വന്ന് കണസ ഡാൻസ് ഒന്നും കളിച്ച് നമ്മളെ വെറുപ്പിച്ചില്ലല്ലോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദേ ഹാഡ് സം വാലിഡ് തോട്ട്സ്. അത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ സിനിമ പ്രേക്ഷകനിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം ഒന്ന് ഇതിൻ്റെ ലെങ്ത്ത്, 2 ഇതിലെ നായിക,
3 ഇമോഷണൽ സീക്വൻസുകൾ അവർ ശ്രദ്ധിക്കാഞ്ഞത്. 4 വളരെ പുവറായിട്ടുള്ള റൈറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ രാം ചരൻ്റെ സ്പീച്ച് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി വാക്കുകൾ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റണമായിരുന്നു, കുറച്ചും കൂടി ഇമോഷൻസിന് ഇവോക്ക് ചെയ്യാൻ പറ്റണമായിരുന്നു. ആ പറഞ്ഞ സാധനങ്ങളൊന്നും വർക്കായിട്ടില്ല. അത് വർക്കാവാത്തടത്തോളം സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ സിനിമ അവശേഷിക്കില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ രാം ചരൺ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയൊരു സിനിമ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ചേർന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെള്ളം കോരി ഒഴിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിൽ എഡിറ്റർ പ്രോപ്പറായിട്ട് കത്രിക വെക്കാത്തത് കൊണ്ട് മാത്രം വീണ്ടും വലിഞ്ഞു പോയി. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, നായകൻ തന്നെ പറഞ്ഞായിരിക്കും നമുക്കിത് ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ നിലവിൽ നമ്മുടെ ഒരു ടെക്നിക്കൽ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ബേസിക് നോളജിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് എക്സ്പ്രഷൻ വരാത്ത മുഖത്ത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്ന അദ്ദേഹം ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിക്കുമ്പോഴും അയാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ പോയ തിരക്കഥയും സംവിധാനവും നായികയുടെ പ്ലേസ്മെൻറ്റും ഒക്കെ കൊണ്ട് അലങ്കോലമായി പോയ ഒരു സിനിമയാണ്. പിന്നെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഈ വീഡിയോയിൽ ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ആക്രമിക്കുകയോ അതിനെ മോശമായി ചിത്രീകരിക്കുകയോ ജാൻവി കപൂറിനെ മോശമായി ചിത്രീകരിക്കുകയോ ഇതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാളുടെ ശരീരത്തെ മുൻനിർത്തി സ്ത്രീ ശരീരത്തിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് എന്ന് വീണ്ടും പ്രേക്ഷകരെ, ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ വീണ്ടും പ്രേക്ഷകരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളെ ഹൈപ്പർ സെക്ഷലൈസ് ചെയ്യുന്ന, അതിലൊരു കുഴപ്പവുമില്ലെന്നും അത് പ്രണയത്തിൻ്റെ ഏതാണ്ട് ഉദാത്തമായ ഭാവമാണെന്നും എന്നൊക്കെ കാണിച്ചു വെക്കുന്ന, റേപ്പ് അറ്റംപ്റ്റിനെ വരെ റൊമാൻറ്റിസൈസ് ചെയ്ത് പ്രേക്ഷകരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടി ഈ സിനിമയിലുണ്ട്. അതിനെ വിമർശിക്കാൻ, അതിന് നിന്നു കൊടുത്തിട്ടുള്ള ആളുകളെ വിമർശിക്കാൻ ജാൻവി കപൂറിനൊക്കെ ഷീസ് എൻ എപ്പോക്കിഡ്. അവർക്ക് ഗംഭീര സിനിമകൾ വരും. ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആവാൻ പോകത്തക്ക രീതിയിലുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാക്കുമ്പോഴും അവരെ പരിഗണിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഇവിടെ ഉണ്ടാവും. പിന്നെ എന്തിനാണ് അവർ ഈ പരിപാടിക്ക് നിന്ന് കൊടുക്കുന്നത്? രാം ചരണിന് അയാളുടെ സ്റ്റാർഡത്തിൽ ഈ പറയുന്ന ഇത്രയും പോർഷൻസും കട്ട് ചെയ്തൊരു 2.5 മണിക്കൂർ കിണ്ണം കാച്ചിയ പടർക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ച് ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ, അവരെ കയറി പിടിക്കുന്നവൻ വരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട പോർഷൻ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയതിലുള്ള കടുത്ത അമർഷത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ജാൻവി കപൂറിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവർ നന്നായി പെർഫോം ചെയ്താൽ നമ്മൾ നന്നായി ചെയ്തു എന്ന് പറയും. അവർ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അതിലുള്ള അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ്യൂംസിനെ നമ്മൾ അഭിനന്ദിക്കും, അവരുടെ ഫാഷൻ സെൻസിനെയും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ അവർ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരത്തക്ക രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് മഹാവൃത്തികേടാണ്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു മര്യാദ ഇല്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ പോർഷൻസാണ്. അതിനെ ഇതിൽ താഴെ വിമർശിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരുപാട് ഓവറായി പോയോ എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. ആക്ച്വലി പെദ്ദ സിനിമ ആവുമായിരുന്നു, പക്ഷേ വെറും പെട്ടി സിനിമയായി പോയ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ സംഭവിച്ചു പോയി. പെദ്ദ എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ, പക്ഷേ അവസാനം പെട്ടിയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ മോശമായിട്ടുള്ള സീക്വൻസുകളെ പോകില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് വെച്ചിട്ട് ഇത് ഗംഭീര അറ്റംപ്റ്റ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.